നടിയെ തട്ടിക്കൊണ്ടുപോയി വാഹനത്തിൽ വെച്ച് ലൈംഗികാതിക്രമത്തിനിരയാക്കിയ കേസിൽ പ്രതികളായി കണ്ടെത്തിയ 6 പേർക്കും 20 വർഷം കഠിന തടവ്. ഓരോ പ്രതിയും 50,000 രൂപ പിഴയും അടയ്ക്കണം. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജസ്റ്റിസ് ഹണി എം വർഗീസ് ആണ് വിധി പ്രസ്താവിച്ചത്. പെരുമ്പാവൂർ വേങ്ങൂർ നടുവിലേക്കുടി വീട്ടിൽ സുരേന്ദ്രന്റെ മകൻ സുനിൽ NS എന്ന പൾസർ സുനി, 2ാം പ്രതി കൊരട്ടി തിരുമുടി കുന്നുകര പുതുശ്ശേരി വീട്ടിൽ ആന്റണി മകൻ മാർട്ടിൻ ആന്റണി, 3ാം പ്രതി തമ്മനം മണപ്പാട്ടിപ്പറമ്പിൽ ബാബു മകൻ B മണികണ്ഠൻ, 4ാം പ്രതി കണ്ണൂർ കതിരൂർ മംഗലശ്ശേരി വീട്ടിൽ രാമകൃഷ്ണന്റെ മകൻ VP വിജീഷ്, 5ാം പ്രതി എറണാകുളം കുന്നുംപുറം പുളിക്കപ്പറമ്പിൽ വീട്ടിൽ ഹസന്റെ മകൻ H സലീം എന്ന വടിവാൾ സലീം, 6ാം പ്രതി തിരുവല്ല പെരിങ്ങറ പഴയ നിലയത്തിൽ ഉഷാ ശ്രീഹരന്റെ മകൻ പ്രദീപ് എന്നിവരെയാണ് കോടതി പ്രതികളെന്ന് കണ്ടെത്തി ശിക്ഷിച്ചിരിക്കുന്നത്. തെളിവുകളുടെ മാത്രം അടിസ്ഥാനത്തിലാണ് ഈ വിധിയെന്നും സമൂഹത്തിൽ നടന്ന ചർച്ചകൾ വിധിയെ ബാധിച്ചിട്ടില്ല എന്നും പ്രതികളുടെ പ്രായവും കുടുംബ പശ്ചാത്തലവും പരിഗണിച്ചുകൊണ്ടാണ് ശിക്ഷ വിധിച്ചതെന്നും ജഡ്ജി വ്യക്തമാക്കി. പിഴത്തുക അതിജീവതയ്ക്ക് കൈമാറണമെന്നും കോടതി ഉത്തരവ്. 2017 ഫെബ്രുവരി 17-നായിരുന്നു നടി ആക്രമിക്കപ്പെട്ടത്. 8.25 വർഷം നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് അതിജീവിതയ്ക്ക് നീതി ലഭിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ശിക്ഷാ നിയമം 376D കൂട്ടബലാത്സംഗം, IPC 366 സ്ത്രീയെ തട്ടിക്കൊണ്ടുപോകൽ, IPC 342 അന്യായമായി തടങ്കലിൽ വയ്ക്കൽ, IPC 354 സ്ത്രീയുടെ മാന്യതയ്ക്ക് ഭംഗം വരുത്തണമെന്ന ഉദ്ദേശത്തോടെയുള്ള ബലപ്രയോഗം, IPC 354B സ്ത്രീയെ നഗ്നയാക്കുക എന്ന ഉദ്ദേശത്തോടെയുള്ള കുറ്റകൃത്യം, IPC 357 ക്രിമിനൽ ബലപ്രയോഗം. ഇതിന് പുറമെ IT നിയമപ്രകാരമുള്ള കുറ്റങ്ങളും പ്രതികൾക്കെതിരെ തെളിഞ്ഞിട്ടുണ്ട്. കേസിൽ 8ാം പ്രതിയായിരുന്ന നടൻ ദിലീപിനെ കോടതി വെറുതെ വിട്ടിരുന്നു. മലയാളം ടെലിവിഷൻ, കൊച്ചി.